90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. നമ്മൾ ഇന്നലെ കേട്ടത് ഒരു ഇഞ്ചിക്കഥയാണ്. ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു സ്വർണ്ണക്കഥയാണ്. കാരാട്ടുപുരാണം. കൂപ്പർ യാത്ര മുതൽ കനകക്കടത്തു വരെയുണ്ട് ഈ കഥയിൽ. ഇന്നത്തെ ലക്കം ആരംഭിക്കുകയാണ്. എനിക്ക് പിന്നിൽ 3 പേരുടെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ഇനി കാണാം. ആ 3 പേരാണ് കൊടുവള്ളി ഗ്യാങ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ചത് എന്നാണ് പരക്ക സംസാരം. ഇതിലൊന്ന് PT റഹീമാണ്. അദ്ദേഹത്തിന്റെ പേര് ഈ അന്വേഷണവുമായോ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ ഇതുവരെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. മറ്റൊന്ന് കാരാട്ട് റസാഖ് MLA ആണ്. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വാർത്താ പ്രാധാന്യം നേടിയ പേരുമാണ് കാരാട്ട് റസാഖ് MLA. മറ്റൊന്ന് ഈ കൊടുവള്ളി ഗ്യാങ്ങിന്റെ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന കാരാട്ടു ഫൈസലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ? കൊടുവള്ളിയിൽ അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ സ്ഥലമാണോ? നമുക്ക് കഥ തുടങ്ങാം. കാരാട്ടുപുരാണം ആരംഭിക്കുന്നു. സ്വാഗതം. ആയിരത്തി 1935 മുതൽ കൊടുവള്ളിയിൽ ഈ മേഖലയിൽ സ്വർണ്ണ വ്യാപാര മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്ന ഇതിൽ വലിയൊരു അധോലോക സംഘമൊന്നും ആയിട്ടല്ല ഇവിടുത്തെ നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു തൊഴിലായിട്ടാണ് ഈ മേഖലയിൽ കൊടുവള്ളി ഭാഗത്തുള്ള ആളുകൾ മുഴുവനും പോകുന്നത്. കൊടുവള്ളി വെച്ചാൽ ഒരു നൂറ്റാണ്ട് 100 വർഷം മുമ്പായി ഇവിടെ 1-2 സ്ഥാപനങ്ങൾ. ആദ്യമായിട്ട് ഫാറൂഖ് ജ്വല്ലറി എന്ന സ്ഥാപനം, ഫാറൂഖ് അഹമ്മദ് ഖാൻ എന്ന ആൾ, നമ്മുടെ MPC അബുവാജി, ഇവരൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. കൊടുവള്ളി സുന്ദരമായ സ്ഥലമാണ്. നല്ല മനുഷ്യരുള്ള, നന്മയുള്ള കുറേ മനുഷ്യരുള്ള നാട്. പക്ഷെ കൊടുവള്ളിക്ക് ഇവിടെ അന്വേഷണത്തിന്റെ ഘട്ടം എത്തുന്ന നിമിഷം മുതൽ നമ്മൾ കേൾക്കുന്നത് ഇന്ത്യയിലെ സ്വർണ്ണഗ്രാമം എന്നാണ്. ഇന്ത്യയിലെ കോളാർ ഖനി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമത്രേ. കാരണം അത്രത്തോളം എണ്ണം അധികമാണ് ഇവിടെയുള്ള ജുവലറികളുടെ എണ്ണം. ഇനി ഈ കൊടുവള്ളിയിലെ ഗ്യാങ്ങിനെ കുറിച്ചാണല്ലോ നമ്മുടെ കഥ. അതുകൊണ്ട് അവരെ ഓരോരുത്തരെയായി നമുക്കൊന്ന് ഓർമ്മിച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ കാരാട്ട് ഫൈസലിൽ തുടങ്ങുന്നു. കേൾക്കാം. കാരാട്ട് ഫൈസൽ ആദ്യകാല മുസ്ലിം ലീഗ് പ്രവർത്തകൻ. PT റഹീം ലീഗുമായി കലഹിച്ച് പാർട്ടി വിട്ട് നാഷണൽ സെക്യുലർ കോൺഫറൻസ് പാർട്ടി രൂപീകരിച്ചപ്പോൾ ഫൈസൽ അദ്ദേഹത്തോടൊപ്പം ഇറങ്ങി വന്നു. പിന്നീട് കൊടുവള്ളിയിലെ ഇടതുതന്ത്രജ്ഞ തസ്തികയിലെത്തി. എന്തിനും ഏതിനും മുന്നിൽ. ആദ്യം കൊടുവള്ളി പഞ്ചായത്തിലേക്ക് പാർട്ടി ടിക്കറ്റിലെത്തിയ ഫൈസൽ നിലവിൽ കൊടുവള്ളി നഗരസഭാംഗമാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ 6 കിലോ സ്വർണം DRI പിടികൂടി കേസാക്കിയപ്പോഴാണ് ഫൈസൽ പാർട്ടിയെ ആദ്യം പ്രതിരോധത്തിലാക്കിയത്. തലശ്ശേരി സ്വദേശിനി റാഹില, പുൽപ്പള്ളി സ്വദേശിനി എയർ ഹോസ്റ്റസ് ഹിറാമോസ വി സെബാസ്റ്റ്യൻ എന്നിവരെ ആദ്യവും, ഷഹബാസ്, ബന്ധു അബ്ദുല്ലൈസ്, കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി നബീൽ അബ്ദുൽ ഖാദർ, മുഹമ്മദ് അഷറഫ് എന്നിവർ പിന്നീടും പിടിയിലായി. ഇവരിൽ നിന്ന് കാരാട്ട് ഫൈസലിലേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. 1-ാം പ്രതി ഷഹബാസ് ഉപയോഗിക്കുന്ന 60 ലക്ഷം രൂപ വില വരുന്ന കാറും ഫൈസലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതും വിവാദമായി. കേസിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് ഫൈസലാണെന്നാണ് DRI ഉദ്യോഗസ്ഥർ പറയുന്നത്. കൊടുവള്ളിയിൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ യാത്രയ്ക്ക് ഫൈസൽ ഒരുക്കിയ കൂപ്പർ സ്വീകരണവും അന്ന് വിവാദത്തിലായി. ഇപ്പോഴിതാ സംസ്ഥാനം കണ്ട വലിയ സ്വർണ്ണക്കടത്തു വേട്ടയിലും ചോദ്യമുനയിൽ ഫൈസൽ ഉണ്ട്. കേരളത്തിലെത്തിയ സ്വർണം വിൽക്കാൻ കടത്തു സംഘത്തെ സഹായിക്കുന്നത് ഫൈസൽ എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കാരാട്ട് ഫൈസൽ ഒരു ചെറിയ മീനല്ല, നല്ല 1-ാം തരം സ്രാവാണ്. കാരാട്ട് ഫൈസൽ ഇമ്മൻസ്ലി റിച്ച്. ഇനി കാരാട്ട് റസാഖിന്റെ കഥ കേൾക്കും.
കാരാട്ട് റസാഖ്. മുസ്ലിം ലീഗ് ലേബലിൽ തന്നെയാണ് റസാഖും പൊതുപ്രവർത്തകനാകുന്നത്. കൊടുവള്ളി മണ്ഡലം സെക്രട്ടറി പദവിയിൽ റസാഖ് ഒരു കാലം സജീവമായി നിന്നിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിക്കകത്ത് രൂപപ്പെട്ട തർക്കങ്ങളിൽ സംസ്ഥാന നേതൃത്വം MA റസാഖിനോടൊപ്പം നിന്നതോടെ കാരാട്ട് റസാഖ് സ്വതന്ത്രനായി ലീഗിനെതിരെ മത്സരം പ്രഖ്യാപിച്ചു. സാമ്പത്തിക ഇടപാടുകൾ ഉയർത്തി റസാഖിനെ നിരന്തരം വിമർശിച്ച ഇടതുപക്ഷം അതെല്ലാം മറന്ന് റസാഖിന് പിന്തുണയും നൽകി. ജയിച്ചു കയറിയെങ്കിലും വിജയാരവം തീരും മുൻപ് എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്തതെന്ന പേരിൽ സാമാജികത്വത്തിന് കോടതി സ്റ്റേ ഇട്ടു. ആദ്യ തിരിച്ചടി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ അബൂലൈസുമായുള്ള ബന്ധമായിരുന്നു പിന്നീടത്തെ വിവാദം. സ്വർണ്ണക്കടത്ത് കേസിലെ 3ാം പ്രതിയുമായുള്ള സൗഹൃദം ചെറുതല്ലാത്ത തലവേദന അന്ന് പാർട്ടിക്ക് സമ്മാനിച്ചു. ഇപ്പോഴിതാ സ്വപ്നയും ശിവശങ്കരും ഉൾപ്പെട്ട സംസ്ഥാന സർക്കാരിനെ ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കിയ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലും കാരാട്ട് റസാഖിന്റെ പേര് ഉയരുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ് അടക്കമുള്ളവർ നേരത്തെ പലതവണ ഉന്നയിച്ച കാര്യമെന്നിരിക്കെ വീണ്ടും കാരാട്ട് ഗ്യാങ് രാഷ്ട്രീയ വിവാദത്തിലേക്ക് മാറി നിൽക്കുന്നു. പഴയ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നേതാവിന്റെ പ്രതിച്ഛായ അല്ല കാരാട്ട് റസാഖിന്. ഇമ്മൻസ്ലി റിച്ച്, മിടുക്കനാണ്, ഹൈ ക്ലാസ് ആണ്. ഇനി PT റഹീമിലേക്ക് കേൾക്കാം. PT റഹീം. പാർട്ടി പ്രവർത്തകനായ റഹീമിന് സീറ്റ് നൽകാതിരിക്കാൻ 2006 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകുകയായിരുന്നു. എന്നാൽ റഹീം ലീഗ് വിട്ട് നാഷണൽ സെക്യുലർ കോൺഫറൻസ് പാർട്ടി രൂപീകരിച്ച് ഇടതു പിന്തുണയോടെ സഭയിലെത്തി. K മുരളീധരനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ആ വരവെന്നതിനാൽ റഹീമിന് പാർട്ടിയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു. ലീഗിന്റെ കോട്ട പിടിച്ച രാഷ്ട്രീയ നീക്കം വിജയം കണ്ടെങ്കിലും പുറകെ MLA ഉണ്ടാക്കിയ പുകിലുകൾ ചെറുതായിരുന്നില്ല. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അബൂലൈസിനെ കരുതൽ തടങ്കലിൽ നിന്ന് ഒഴിവാക്കാൻ PT റഹീം സർക്കാരിന് കത്ത് നൽകിയത് വിശദീകരിക്കാൻ നേതൃത്വം ഏറെ വിയർത്തു. അബൂലൈസിന്റെ കരുതൽ തടങ്കൽ ഒഴിവാക്കണമെന്നായിരുന്നു PT റഹീമും കാരാട്ട് റസാഖും ചേർന്ന് നൽകിയ കത്തിന്റെ ഉള്ളടക്കം. തീർന്നില്ല. ഇതേ അബൂലൈസിനോടൊപ്പം ഉദ്ഘാടന കലാപരിപാടിയും പടം പിടിക്കലും നടത്തി വീണ്ടും വിവാദമെത്തി. MLAയുടെ മകനും മരുമകനും സ്വർണ്ണക്കച്ചവടത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ കേസിൽ മറുനാട്ടിൽ അറസ്റ്റിലായതും വലിയ വിവാദമായി. സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അറസ്റ്റിന് പിന്നിലെന്ന് MLA പിന്നീട് വിശദീകരിച്ചെങ്കിലും ചെറുതായിരുന്നില്ല രാഷ്ട്രീയ പുകിലുകൾ. ഇനി ഒരിക്കൽ കൂടി ഈ 3 പേർ അവരാരൊക്കെയായി ഇപ്പോൾ തുടരുന്നു എന്നത് ഒന്ന് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താം. തെറ്റിപ്പോകരുത്. കാരാട്ട് ഫൈസൽ. കാരാട്ട് ഫൈസൽ ഇപ്പോൾ കൊടുവള്ളിയിൽ ഇടതു സ്വതന്ത്രനായി അടുത്ത യൂഴം പയറ്റാൻ വേണ്ടി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുവെന്നാണ് കേൾക്കുന്നത്. എന്തായാലും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കാരാട്ട് ഫൈസൽ കൊടുവള്ളി നഗരസഭയിലെ 27ാം വാർഡിന്റെ കൗൺസിലറാണ് കാരാട്ട് ഫൈസൽ. ഇനി കാരാട്ട് അബ്ദുൾ റസാഖ്. കാരാട്ട് അബ്ദുൾ റസാഖ് ആണ് ഇന്നത്തെ മൊഴിയിലെ പ്രധാനപ്പെട്ട വാർത്താ താരം. കൊടുവള്ളി MLA ആണ്. ലീഗിൽ നിന്ന് PT റഹീമിനോടൊപ്പം ഇറങ്ങി വന്ന് പിന്നെ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് ഇന്ന് ഇടതിന്റെ ശബ്ദമായി കൊടുവള്ളിയുടെ MLA ആയി നിൽക്കുന്നു. ഇനി PT റഹീം. PT റഹീം കുന്നമംഗലം MLA ആണ്. INL-ന്റെ നേതാവാണ്. ലീഗിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി പിന്നീട് INL ലയിച്ചു എന്നതാണ് രാഷ്ട്രീയ ചരിത്രം. ഈ 3 പേരും കൊടുവള്ളിയിൽ ഏതുതരം രാഷ്ട്രീയ വ്യവസായമാണ് നടത്തുന്നത് എന്നതാണ് പരക്കെയുള്ള സംശയം. അതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടും കോടതിയുടെ അംഗീകാരവും നമുക്ക് വേണം. അതുകൊണ്ട് പ്രവചനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈ കാരാട്ട് ഫൈസൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വന്ന നാൾ വഴി കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യം കാരാട്ട് ഫൈസലിലേക്ക്. 2 പ്രധാന കേസുകളിലാണ് ഇപ്പോൾ കാരാട്ട് ഫൈസൽ പെട്ടിരിക്കുന്നത്. ഇതിൽ 2013 നടന്നതാണ്. 8 കിലോ 6 കിലോഗ്രാം സ്വർണം നവംബർ 8-ാം തീയതി കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുന്ന ഘട്ടമെത്തുമ്പോൾ കാരാട്ട് ഫൈസൽ പക്ഷേ തന്റെ സ്വാധീനം ഉപയോഗിച്ച് തന്നെ പുറത്തു പോകുമെന്നായിരുന്നു നാട്ടുകാരുടെ പതക്കം പറച്ചിൽ. DRI അടക്കമുള്ള ഏജൻസികൾ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാരാട്ട് ഫൈസലിനെ ചോദ്യം ചെയ്യാനെത്തി. 2013 ഡിസംബർ മാസം 8-ാം തീയതി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് 2020 ജൂൺ 5-ാം തീയതി ഡിപ്ലോമാറ്റിക് കാർഗോ വഴി വന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 30 കിലോഗ്രാം സ്വർണം. ഈ 2 കേസുകളിലും എങ്ങനെയാണ് കാരാട്ട് ഫൈസൽ എന്ന ഒരു കൊടുവള്ളിയിലെ സാധാരണക്കാരനായ പാവം കൗൺസിലർ അകപ്പെടുന്നത് എന്നതാണ് നമ്മൾ ഈ വിസ്മയിപ്പിക്കുന്ന ചോദ്യം.
അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലേക്ക് കൂടി പോകേണ്ടി വരുന്നത്. 2013 ഈ കേസ് എത്തുമ്പോൾ അതിൽ റാഹില ചിരായും ഹിറാമോസ വി സെബാസ്റ്റ്യൻ എന്ന ഒരു എയർ ഹോസ്റ്റസും ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിരുന്നു. ഷഹാബാസും അബൂലൈസും നബീൽ അബ്ദുൽ ഖാദറിനും ഒപ്പം പ്രതിപ്പട്ടികയിലേക്ക് കാരാട്ട് ഫൈസലും ചേർക്കപ്പെടുകയായിരുന്നു. ഈ പണവിനിമയം നടത്തിയിരുന്നത് കൃത്യമായി പറഞ്ഞാൽ റിവേഴ്സ് ആയി ഹവാല എന്ന് നമ്മൾ വിളിക്കുന്ന പ്രക്രിയയ്ക്ക് ഒരുപക്ഷെ കാരാട്ട് ഫൈസൽ നേതൃത്വം കൊടുത്തിരിക്കാമെന്നായിരുന്നു അന്ന് DRIയുടെ നിഗമനം. എന്തായാലും കേസ് അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെയാണ് ഇപ്പോഴും. 2014 മാർച്ച് 27 കാരാട്ട് ഫൈസലുമായി ബന്ധപ്പെട്ട ഈ കേസ് വളരെ നിർണായക ഘട്ടത്തിലെത്തുകയും ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് ജൂൺ 5 തിരുവനന്തപുരത്ത് 30 കിലോഗ്രാം സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിൽ നിർണായകമായ വെളിപ്പെടുത്തൽ നടക്കുന്നത് ജൂലൈ മാസം 5 PS സരിത്തിനെ കസ്റ്റംസ് പിടികൂടുന്നതോടുകൂടിയാണ്. ജൂലൈ 8 മൊഴിയെടുക്കാൻ വേണ്ടി സൗമ്യ സന്ദീപ് എത്തുന്നു. സന്ദീപിന്റെ ഭാര്യ സൗമ്യ സന്ദീപാണ് ആദ്യം ഇത്തരത്തിലൊരു സൂചന നൽകുന്നതും ഇന്ന് ഏറ്റവും ഒടുവിൽ കൊഫെപ്പോസ ചുമത്താനുള്ള അനുമതിക്ക് വേണ്ടി കേന്ദ്ര ധനമന്ത്രാലയത്തിലേക്ക് കസ്റ്റംസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ കാരാട്ട് ഫൈസലിന്റെയും കാനാട്ട് റസാഖിന്റെയും പേര് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 11 സ്വപ്ന സുരേഷും സന്ദീപ് നായരും പിടിയിലാവുന്നു. പിന്നീട് നടക്കുന്ന അടുത്ത നാടകീയ സംഭവ വികാസം ജൂലൈ 15 KT റമീസ് ചോദ്യം ചെയ്യലിന് വിധേയമാവുമ്പോൾ വീണ്ടും കൊടുവള്ളിയിലേക്കുള്ള സൂചനകൾ നൽകുന്നു. ജൂലൈ 27 അന്നാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന ദിവസം. ആ ദിവസം ഈ കാരാട്ട് ഫൈസൽ ഒരു ഉന്നതനെ കണ്ടു എന്നാണ് അടക്കം പറച്ചിലല്ല, അന്വേഷണ ഏജൻസികൾ പോലും സമ്മതിക്കുന്നത്. ആ ഉന്നതൻ ആര് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നത്തിൽ നമ്മൾ ഈ ഘട്ടത്തിൽ നിർത്തുന്നു. ഓഗസ്റ്റ് 27 അനൂപ് മുഹമ്മദിനെ ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ മറ്റൊരു പേര് കൂടി നമ്മൾ കേൾക്കുന്നു. അത് സെപ്റ്റംബർ 23 ബിനീഷ് കൊടിയേരിയുടെ പേര്. 2020 ഒക്ടോബർ 1 കാരാട്ട് ഫൈസലിന്റെ പേരുകൂടി മൊഴിയിൽ ചേർക്കപ്പെടുന്നതോടെ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത പരക്കുന്നു. 78 ദിവസത്തെ നിരീക്ഷണത്തിനു ശേഷമാണ് ഈ കാരാട്ട് ഫൈസലിലേക്ക് അന്വേഷണ ഏജൻസി എത്തിയത് എന്നാണ് അന്വേഷണ ഏജൻസികൾ നമുക്ക് നൽകുന്ന സൂചന. ഇനി BS സൗമ്യ എന്ന സന്ദീപ് നായരുടെ ഭാര്യ കസ്റ്റംസിന് നൽകിയ മൊഴി ജൂലൈ മാസം 8 പുറത്തു വരുന്നത്. 2020 ജൂലൈ മാസം 8 ഇത് പുറത്തു വരുന്നത് ഇന്നാണ്. പ്രധാനപ്പെട്ട മൊഴിയിൽ പറയുന്ന ഏറ്റവും പ്രസക്തമായ ഭാഗം ഇതാണ്. സന്ദീപ് നായരും KT റമീസും ആർക്കു വേണ്ടിയാണ് സ്വർണം കടത്തിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് കാനാട്ട് റസാഖിനും, പേര് തെറ്റരുത്, കാനാട്ട് റസാഖിനും കാരാട്ട് റസാഖ് ഫൈസലിനും വേണ്ടിയാണ്. ഇവർ കൊടുവള്ളി ഗ്യാങ്ങിന്റെ ഭാഗമാണെന്നാണ് താൻ മനസ്സിലാക്കിയത് എന്നാണ് സൗമ്യ സന്ദീപ് മറുപടി പറയുന്നത്. കോൺസുലേറ്റിലെ സ്വപ്നയുടെ ഒത്താശയോടെയായിരുന്നു സ്വർണ്ണക്കടത്തെന്നും അറിയാനായി ഇത് ചോദ്യം ചെയ്തതിന് തനിക്ക് ശാരീരിക ഉപദ്രവം നേരിട്ടു എന്നുകൂടി പറയുന്നുണ്ട് BS സൗമ്യ, സന്ദീപിന്റെ ഭാര്യ. ഈ മൊഴിയിലാണ് ഈ കാരാട്ട് റസാഖ് ആണോ എന്ന സംശയം മാധ്യമങ്ങൾക്കുണ്ടാവുന്നതും കാരാട്ട് റസാഖ് തനിക്ക് സ്വർണ്ണക്കടത്തുകാരുമായി യാതൊരു ബന്ധവുമില്ല എന്ന നിഗമനത്തിലേക്ക് എത്തുന്നതും. ഏറ്റവും ഒടുവിൽ 24-ന്റെ എൻകൗണ്ടറിലും അതുതന്നെ ആവർത്തിക്കുക കൂടി ചെയ്തു. ഇനി 3 പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. യാദൃച്ഛികമാണോ എന്ന് ചോദിച്ചാൽ അതത്ര യാദൃച്ഛികമല്ലെന്ന് പറയേണ്ടി വരും. ഏതൊക്കെയാണ് ആ 3 ദൃശ്യങ്ങൾ? ദൃശ്യം നമ്പർ 1 എനിക്ക് പിന്നിൽ പ്രേക്ഷകർക്ക് കാണാം. ഈ ദൃശ്യം ജനജാഗ്രതാ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യമാണ്. കൂപ്പറിലായിരുന്നു വന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ കുറച്ചു ദൂരം കൊടുവള്ളിയിൽ സഞ്ചരിച്ചത്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം, സാധാരണക്കാരന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് നടത്തിയ ജനജാഗ്രതാ യാത്രയ്ക്ക് ഈ വാഹനമല്ല ഉപയോഗിച്ചത്. പക്ഷെ കൊടുവള്ളിയിലെ ജനജാഗ്രതാ യാത്രയിൽ അദ്ദേഹം സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ കാറിൽ യാത്ര ചെയ്തു എന്നതാണ് അന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. പക്ഷേ ഈ 44 ലക്ഷം രൂപ വിലയുള്ള ഈ കൂപ്പർ കാർ ഈ കാരാട്ട് ഫൈസലിന്റെ കാർ ആയി മാറുകയും ആ കാറിന്റെ ഉടമയായ കാരാട്ട് ഫൈസൽ 2013 ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പെട്ടിരിക്കുകയും അബൂലൈസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തുടർച്ചയായി അദ്ദേഹം പെടുകയും അതിനുശേഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി 2 തവണ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്യുമ്പോൾ ഈ ദൃശ്യത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറും. ഇനി വിഷ്വൽ നമ്പർ 2 രണ്ടാമത്തെ പ്രധാനപ്പെട്ട ദൃശ്യത്തിലേക്ക് കൂടി നോക്കൂ. ഇതാണ് ആ വിവാദമായ കൂടിക്കാഴ്ച. എനിക്ക് പിന്നിൽ ഈ ചുവന്ന ഉടുപ്പിട്ടിരിക്കുന്ന അബൂലൈസ് എന്ന
2013 സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതി കൊഫെപ്പോസ ചുമത്തപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട് ഏറെക്കാലം ഒളിവിൽ കഴിഞ്ഞ് നേപ്പാൾ വഴി ഒളിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്ത കുപ്രസിദ്ധനായ കള്ളക്കടത്തുകാരൻ ദ ഡോങ്. ഈ അബുലൈസിനോടൊപ്പം ചേർന്നു നിൽക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് വൃത്തത്തിൽ കാണാം. അത് രണ്ടും ഇടതുപക്ഷ MLA-മാരായ രണ്ടുപേരാണ്. ഇതിലൊരാൾ നേരത്തെ സൂചിപ്പിച്ച PT റഹീം, രണ്ടാമത്തത് കാരാട്ട് റസാഖ് MLA. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷണ ഏജൻസി ഇന്ത്യയിൽ തിരയുന്ന അബുലൈസിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടും ആ വിവരം അന്വേഷണ ഏജൻസി ധരിപ്പിക്കാതെ പോയത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ആ ചോദ്യത്തിന് എന്താണ് കാരാട്ട് റസാഖ് മറുപടി പറഞ്ഞതല്ലേ? ഇന്ന് എൻകൗണ്ടറിൽ കാരാട്ട് റസാഖ് ആ മറുപടി കൂടി പറഞ്ഞു. തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ, ആ വോട്ടർക്ക് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നു, അല്ലെങ്കിൽ ആ വോട്ടർക്ക് നേരെ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുവെന്ന് താൻ അറിയാതെ പോയി. ആ ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുത്തതിൽ എന്താണ് തെറ്റ് എന്നാണ് ഈ അബുലൈസുമായുള്ള ഈ സെൽഫിയെ കുറിച്ച് കാരാട്ട് റസാഖ് ആവർത്തിച്ചത്. PT റഹീമും സമാനമായ രീതിയിൽ തന്നെ ന്യായീകരണം ചമച്ചു. ഇനി മൂന്നാമത്തെ ദൃശ്യം കൂടി കാണും. ദ കിങ് ഈസ് ബാക്ക് എന്ന പേരിൽ കൊടുവള്ളിയിൽ കുറച്ചു സമയം മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു ഫ്ലെക്സ് ആണ്. ഹൂ ഈസ് ദ കിങ്? ദ കിങ് ഈസ് കാരാട്ട് ഫൈസൽ. ആരാണ് കാരാട്ട് ഫൈസൽ? കള്ളക്കടത്ത് കേസിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ദ കിങ് ഈസ് ബാക്ക് എന്നാണ്. ഈ ഒറ്റ ദൃശ്യം തന്നെ പറയും കൊടുവള്ളിയുടെ മഹാചക്രവാളത്തിൽ ഒരു കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായി, രാജാവിന്റെ മകനായി കിങ് തുടരുന്നു കാരാട്ട് ഫൈസൽ. ഇനി പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ആരാണ് കാരാട്ട് റസാഖ്? ആരാണ് PT റഹീം? ആരാണ് കാരാട്ട് ഫൈസൽ? ഇവർ മൂന്ന് പേരുമാണോ കൊടുവള്ളി ഗ്യാങ്? അങ്ങനെ പറയാൻ 24-ന്റെ കഥയ്ക്കും കടങ്കഥയ്ക്കും കഴിയില്ല. അത് അന്വേഷണ ഏജൻസി കണ്ടെത്തണം. വെൽക്കം ബാക്ക്. കാരാട്ട് റസാഖ് MLA-യുടെയും PT റഹീമിന്റെയും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ തന്നെ പ്രഖ്യാപിച്ച അസറ്റ് എത്രയുണ്ട് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. കാരാട്ട് റസാഖിന്റെ കണക്ക് നമ്മുടെ മുന്നിലുള്ളത് 2016 51 ലക്ഷം എന്നാണ്. PT റഹീമിൻ്റെത് 1 കോടി രൂപയാണ് 2016 പ്രഖ്യാപിച്ച അസറ്റ്, പ്രഖ്യാപിത ആസ്തി. കാരാട്ട് റസാഖിന് 51 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയും. ഇനി PT റഹീമിൻ്റെത് 1 കോടി. കാരാട്ട് ഫൈസലിന്റെ സ്വത്ത് നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിലില്ല. അത് MLA അല്ലാത്തത് കൊണ്ട് തന്നെ ആ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം അത് സമർപ്പിച്ചിട്ടുമില്ല. അദ്ദേഹം കൗൺസിൽ മത്സരിച്ച സമയത്ത് എത്രയാണ് ഹാജരാക്കിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പക്കലില്ല. പക്ഷെ അദ്ദേഹത്തിനും ഒരു തുക സ്വാഭാവികമായിട്ടും വരുമാനം ഉണ്ടാവും. അദ്ദേഹം ഒരു കമ്പനിയുടെ, ഒരു ആശുപത്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് അദ്ദേഹം തുടരുക കൂടി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ PT റഹീം ഇതുവരെയും ഈ കേസിൽ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ 2006, 2011, 2016 ഈ 3 വർഷങ്ങളിലെ ആസ്തികൾ കൂടി, പ്രഖ്യാപിത ആസ്തികൾ ഒന്ന് പരിശോധിച്ചാൽ 2006 അദ്ദേഹത്തിന് 24 ലക്ഷം രൂപയായിരുന്നു അന്ന് മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ആസ്തിയായി പ്രഖ്യാപിച്ചത്. 2011 ആകുമ്പോഴേക്കും 69 ലക്ഷമാവുന്നു. 45 ലക്ഷം രൂപയുടെ വർധനവ്, 100% പുറത്ത്, ഏകദേശം 200% വർധനവ് എന്ന് വേണമെങ്കിൽ പറയാം. 2016 ആകുമ്പോഴേക്കും അത് 1 കോടിയായിട്ട് വർദ്ധിക്കുക കൂടി ചെയ്യുന്നു. MLA-മാരുടെ ആസ്തി വർദ്ധിക്കുന്നതിന് ഇഞ്ചി കൃഷി മാത്രമല്ല, ചെറിയ രീതിയിലുള്ള സ്വർണ്ണ കൃഷികളും ചില MLA-മാർക്കുണ്ട് എന്നാണ് നമ്മളോട് അനുഭവങ്ങൾ പറയുന്നത്. പക്ഷേ അതിന് തെളിവുകൾ നമ്മുടെ പക്കലില്ല. തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തണം, കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആസ്തിയുടെ പ്രഖ്യാപനത്തിൽ സംഭവിച്ചിരിക്കുന്ന ഭീമമായ വർധനവ് എങ്ങനെയാണ് ന്യായീകരിക്കുന്നതെന്നറിയാൻ കൗതുകമുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരിക്കുന്നു. നമ്മളോട് ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട MLA-മാർ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുമായിരിക്കും. ഇനി ഈ കേസിലെ ഏറ്റവും നിർണായകമായൊരു വഴിത്തിരിവിലേക്കാണ് NIA എത്തി നിന്നത്. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് നടന്നു. ഇതേ കേസിൽ കണ്ട നിർണായക നീക്കമാണ് അതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം. അനുമാനങ്ങളിലാണോ എല്ലാ അന്വേഷണവും എന്ന ചോദ്യത്തിന് ഒരു നല്ല ഉത്തരമാണ് ഇന്ന് NIA കണ്ടെത്തിയത്. UAE-യിലെ കടത്തുകണ്ണി കൊച്ചി ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു. NIA, ദ ബിഗ് മൂവ്, ദ സൂപ്പർ മൂവ്. ആ മൂവിന്റെ ഭാഗമായി ഇപ്പോൾ റബിൻസ് ഹമീദ് NIA കസ്റ്റഡിയിലാണ് എന്നതാണ് ഏറ്റവും നിർണായകമായ ദ സൂപ്പർ മൂവ്. തൃശൂർ കയ്പമംഗലം തേപ്പറമ്പിൽ ഫൈസൽ ഫരീദും
മൂവാറ്റുപുഴ പെരുമറ്റം കരിക്കനാക്കുടി റബിൻസും. ഇവരാണ് സ്വർണ്ണക്കടത്ത് കേസിലെ UAE പോയിന്റുകൾ. കേസ് 100-ലേറെ ദിവസം പിന്നിട്ടിട്ടും ഇടനിലക്കാരിൽ മാത്രം നിൽക്കുന്നുവെന്നായിരുന്നു അന്വേഷണ സംഘം നേരിട്ട വലിയ വിമർശനവും. സ്വർണം കയറ്റി അയച്ചവരെ, സ്വർണം കാത്തു നിന്നവരെയൊന്നും തൊടാതെ പോകുന്ന അന്വേഷണം മറ്റു താൽപര്യങ്ങളുടെ മേൽ മുന്നോട്ടു പോകുന്നുവെന്നും കോടതിയിൽ ആഴത്തിലൊരു തെളിവും നിൽക്കില്ലെന്നുമെല്ലാം ചോദ്യങ്ങളുണ്ടായി. ആ ചോദ്യങ്ങളെ, ആ വിമർശനങ്ങളെ പ്രതിരോധിക്കാവുന്ന വലിയ നീക്കം തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. കേസിലെ നിർണായക കണ്ണിയെ UAEയിൽ നിന്ന് കൊച്ചിയിലെത്തിക്കുമ്പോൾ ആ വലിയ ദൂരത്തോളം തന്നെ മുന്നിലേക്ക് എറിയപ്പെടുകയാണ് അന്വേഷണവും. അനുമാനങ്ങളിൽ കറങ്ങുന്ന കറക്കു കമ്പനിയല്ലെന്ന് നടപടിയിലൂടെ പറയുന്നു NIA. UAEയിൽ കഴിയുന്ന പ്രതികൾ അറസ്റ്റിലെന്ന് പറയുമ്പോഴും അവരിൽ ഇവിടുത്തെ അന്വേഷണ സംഘത്തിന് എത്ര സ്വാധീനമുണ്ടെന്ന സംശയവും നാടുകടത്തൽ സാധ്യമാക്കിയതിലൂടെ നീക്കപ്പെടുന്നു. സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, PS സരിത്, KT രമീസ് എന്നിവരുടെ മൊഴിയിലൂടെ റോബിൻസൺ കേസിലെ വലിയ കണ്ണിയെന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. ഫൈസൽ ഫരീദിന്റെ കൂട്ടാളിയായ റബിൻസാണ് പലപ്പോഴും ഫൈസൽ ഫരീദിന്റെ പേരിൽ പാഴ്സൽ അയച്ചിരുന്നതെന്ന് പിടിയിലായ ജലാൽ കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. ദുബായിൽ ഹവാല ഇടപാടുകളുള്ള റബിൻസ് ഫൈസൽ ഫരീദിനെ മുൻനിർത്തി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയിരുന്നു. അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘമാണ് UAEയിൽ വെച്ച് മാഫിയയ്ക്ക് സ്വർണം കൈമാറിയിരുന്ന സംശയത്തിനുള്ള ഉത്തരവും റബിൻസൺ നൽകിയേക്കും. അങ്ങനെയെങ്കിൽ ദാവൂദിന്റെ D കമ്പനിക്ക് കേരളത്തിലും ശക്തമായ വേരുകളുണ്ടെന്ന NIA വാദത്തെ അവർക്ക് സാധൂകരിക്കാനാകും. UAEയിൽ അറസ്റ്റിലായ ഫൈസൽ ഫരീദ്, റബിൻസ് അഹമ്മദ് എന്നിവരിൽ നിന്ന് 99 ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചെങ്കിലും അതിൽ 17 എണ്ണം മാത്രമേ സാങ്കേതികമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. അതിലും മുന്നോട്ടു പോകാൻ ഈ നടപടിയിലൂടെ NIAക്കാകും. അപ്പോൾ കേസിലെ ഇടനിലക്കാർക്കപ്പുറം നീങ്ങാൻ, കേസിലെ തീവ്രവാദ ബന്ധമടക്കം പരിശോധിക്കാൻ നിർണായകമാകുന്ന കൈമാറ്റം തന്നെയാണ് റബിൻസ് ഹമീദിലൂടെ സാധ്യമാകുന്നത്. മറ്റൊരു മൊഴി കൂടി ഇന്ന് പുറത്തു വന്നു. അത് സന്തോഷ് ഈപ്പൻ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. സന്തോഷ് ഈപ്പൻ EDക്ക് മുന്നിൽ കൊടുത്തിരിക്കുന്ന മൊഴിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനൊന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം. കഥ പൂർണ്ണമാവാൻ അതുകൂടി വേണം. UAE കോൺസുലേറ്റിലെ ഖാലിദിനാണ് ഈ സന്തോഷ് ഈപ്പൻ പണം നൽകിയിരിക്കുന്നത്. അത് 3.8 കോടി രൂപയാണെന്ന് നേരത്തെ തന്നെ മൊഴിയിൽ വന്നിരുന്നതുമാണ്. ഡോളർ വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നതുകൊണ്ട് ഖാലിദിന് കൊടുക്കാൻ വേണ്ടി ആക്സിസ് ജീവനക്കാരനായ ശേഷാദ്രിയും ഇർഷാദുമാണ് ഈ യൂണിടാക്കിന്റെ MD സന്തോഷ് ഈപ്പന് വേണ്ടി ഡോളർ സംഘടിപ്പിക്കുന്നത്. 4 ലക്ഷം US$ ഇരുവരും ചേർന്ന് സമാഹരിക്കുന്നത്. ഈ തുക സ്വപ്ന സുരേഷ് വഴി കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന് കൈമാറി എന്നാണ് സന്തോഷ് ഈപ്പൻ കൊടുത്തിരിക്കുന്ന മൊഴി. അതായത് ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിന്. ഇതോടൊപ്പം 1 കോടി രൂപ ഇന്ത്യൻ കറൻസിയായും കൊടുത്തു എന്നാണ് മൊഴി. തുക കൈമാറിയ ശേഷമാണ് M ശിവശങ്കറെ കാണാൻ അനുവാദം കിട്ടിയത്. നോട്ട് ദ പോയിന്റ്. ഇവിടെയാണ് ശിവശങ്കർ ഈ കേസുമായി ബന്ധപ്പെട്ട FCRA ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്ന സംശയമുണ്ടാവുന്നത്. ശിവശങ്കറെ കണ്ടപ്പോൾ അദ്ദേഹമാണ് ക്യാബിനിലേക്ക് ലൈഫ് മിഷന്റെ CEO ആയ UV ജോസിനെ വിളിക്കുന്നതും UV ജോസിനെ വിളിച്ച് ദാ വന്നിരിക്കുന്നു യൂണിടാക് MD സന്തോഷ് ഈപ്പൻ എന്ന് പരിചയപ്പെടുത്തുന്നതും. ശേഷം നമ്മളെല്ലാം കണ്ടതാണ് എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് വിശേഷിപ്പിച്ചത് M ശിവശങ്കറിനെ മുഖ്യമന്ത്രി, സർക്കാരും UAE കോൺസുലേറ്റും തമ്മിലാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് ശിവശങ്കർ, യൂണിടാക് MD ഈ സന്തോഷ് ഈപ്പനും ലൈഫ് മിഷൻ CEO UV ജോസും തമ്മിലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അത് കമ്മീഷൻ കൊടുത്തിട്ടാണ് ശിവശങ്കർ വിളിപ്പിച്ചത് എന്നുള്ളത് നിലവിലൊരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ശിവശങ്കർ, സ്വപ്ന സുരേഷ്, സന്ദീപ്, KT രമീഷ്, പിന്നെ കൊടുവള്ളിയിലെ കാരാട്ടു ഫൈസൽ, ഇനി കാരാട്ടു റസാഖ്. അതിനപ്പുറത്തേക്ക് തെളിവുകൾ നമ്മുടെ കയ്യിലില്ല. ഇനി ഉണ്ടെങ്കിൽ അത് PT റഹീമിലേക്കും. അതെത്താത്തിടത്തോളം നമുക്കത് പറയാൻ കഴിയില്ല ഈ ഘട്ടത്തിലും. ഇനിയാണ് കടങ്കഥ. യഥാർത്ഥത്തിൽ കൊടുവള്ളിയിൽ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ? ഉത്തരം പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. ശുഭരാത്രി.